ടാസ്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ലല്ലോ, എന്ത് ചെയ്യാനാ? അത് മനസ്സിലായി ഷാനവാസ്. കിട്ടി കിട്ടി, ഗിസേലിന്റെ പാവാട കിട്ടി. ആര്യൻ ആരാ മോൻ? എന്നാലും ബിഗ് ബോസിൽ വരണ്ടായിരുന്നു. മസ്താനിക്ക് ഉള്ള നാണവും പോയി, മാനവും പോയി. അനിമോള് വീണ്ടും കരയാൻ തുടങ്ങി. അനിമോൾ ഫാൻസ് ഈയേ. തനിക്ക് ഒരു സുപ്രഭാതമെങ്കിലും പറഞ്ഞൂടടോ ഊളെ. നാണുണ്ടോ നിനക്കൊക്കെ? ഛേ. നീയൊക്കെ നോക്കി ഇരിക്കത്തേ ഉള്ളൂ. കപ്പന്റെ പ്ലാച്ചി കൊണ്ടുപോകും, നോക്കിക്കോ. ഞാൻ മരമണ്ടനാണ്, മനസ്സിലായില്ലേ നിങ്ങക്ക്? ആ ടാസ്ക് കളി കണ്ടിട്ട്. ഞാൻ മൈൻഡ് ഗെയിമർ ഒന്നുമല്ല, മരമണ്ടനാണ്. ഇനിയെങ്കിലും നിങ്ങൾ എന്നെ കുറിച്ച് മനസ്സിലാക്കൂ. ഗിസേൽ കി ജയ്. ആര്യന് ഗിസേൽ ഇല്ലാതെ ഒരു കളിയില്ല എന്തായാലും. മട്ടൻ ബിരിയാണി തായോ അനിമോളെ, അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ട് ഓടും. പിന്നെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അല്ലാതെ കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടല്ല. എന്നെ നിങ്ങക്ക് മനസ്സിലായിട്ടില്ല എന്നാ തോന്നണേ. ഒരു ഡാൻസ് ആയാലോ? ഫൈറ്റിംഗ് ഒക്കെ ചെയ്ത് മടുത്തു, ഒരു ഡാൻസ് കളിക്കുക. ചെവിയും കേട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് ഏതാ ജില്ല? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഈശ്വര, ഇതൊന്ന് പറഞ്ഞ് ചിരിക്ക. ഇവിടെ ആരും ഇല്ലേ? മോളെ, ഞങ്ങള് ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, പ്രേക്ഷകരായ ഞങ്ങള്. ഞാൻ ഫേക്ക്. അത് പറയേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ. ഞാനൊരു മരമണ്ടൻ തന്നെ, അടിസക്കേ. അതാ ഷോ കണ്ടപ്പോ മനസ്സിലായി. എന്റെ ആര്യ, ഇനിയെങ്കിലും അതൊന്ന് മാറ്റി പിടിക്കേ. എന്റെ ചിരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി ഞാൻ ചിരിക്കാൻ വേണ്ടി കൂടുതൽ പഠിച്ചിട്ട് വരാം. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല മോളെ. നീ ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്ക്. ഈറ്റ് 5 സ്റ്റാർ, ഡു നത്തിങ്. സാബുമോൻ പാവം. കണ്ണിൽ കുത്തിയത് ഞാൻ കണ്ടു, കണ്ണിൽ കുത്തിയത് ഞാൻ കണ്ടു. മേക്കപ്പാന്ന് പറഞ്ഞിട്ട് എന്റെ കണ്ണിൽ കുത്തിയത് ഞാൻ കണ്ടു. എങ്ങനെയുണ്ട് എന്റെ ബിഗ് ബോസ്? എന്റെ അഭിനയം, എന്റെ കരച്ചിൽ അഭിനയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ജയ് പാവാട ഗാങ്. പാവാട വിട്ടൊരു കളി ആര്യനില്ല. ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഇങ്ങനെ പോയാൽ ബി കഴിഞ്ഞാൽ ആദില അനുമോളുടെ കൂടെ പോവും. ഞാനാണോ അനുമോളാണോ ഇവളുടെ ഗേൾ ഫ്രണ്ട്? ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. സാബുമോനെക്കാട്ടും ക്യൂട്ടായി ചിരിക്കണം. എങ്ങനെയുണ്ട് എന്റെ ചിരി? സാബുമോനെക്കാട്ടും സൂപ്പർ അല്ലേ? എന്താ, ഒന്ന് നന്നായി കൂടെ എന്റെ മനുഷ്യരെ നിങ്ങൾക്കൊക്കെ? എന്നെ പോലെ ആയിക്കൂടെ നിങ്ങൾക്കൊക്കെ? ഓ, പോടർക്ക. അല്ല ആര്യ, ഇത് നിന്നോട് ഞങ്ങളല്ലേ പറയണ്ട്? ടീച്ചർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അറിയില്ല, പാവം. അതിന് അടി കൊള്ളാൻ കാത്തിരിക്കണ പോലെയല്ലേ നമ്മുടെ അക്കുമോൻ. ഞാനൊരു ഊള. നിങ്ങൾക്കൊന്നും അങ്ങനെ ആകാൻ പറ്റില്ല. നോക്കണ്ട, എന്നെ പറ്റിക്കണ്ട, ഞാൻ കാണിച്ചു തരാം. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്, സത്യമോളെ. അതുകൊണ്ടല്ലേ നീ ഇപ്പോഴും അവിടെ തന്നെ നിക്കണ്. പണപ്പെട്ടി ആദ്യം കപ്പ് ഞാൻ എടുക്കും. ഹാ ഹാ ഹാ, ഞങ്ങളുടെ ലൈഫ് അടിപൊളി. റിവേഴ്സ് സൈക്കോളജി വർക്ക് ആയില്ലടാ. ഇനി ഹ്യൂമാനിറ്റിയിൽ പിടിക്കാം നമുക്ക്. ദൈവമേ, അനീഷേട്ടൻ വരുന്നു. ചത്ത പോലെ കിടക്ക, അല്ലെങ്കിൽ പാത്രം തേച്ച് ഞാൻ തൊലയും. ഞാൻ എന്തിനു പേടിക്കണം? എനിക്ക് PR ഉണ്ടല്ലോ. പിന്നെ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. മാമനോട് ഒന്നും തോന്നല്ലേ മക്കൾക്ക്. ടാസ്ക് അറിയാത്തോണ്ട് പറ്റിപ്പോയതാണ്. പ്ലീസ് ഡു നത്തിങ്, ഈറ്റ് 5 സ്റ്റാർ. എന്റെ സാബുമോനെ, നിന്നെ കൊണ്ട് തോറ്റു. ചതി, പരദൂഷണം, കുത്തിത്തിരിപ്പ്, എല്ലാറ്റിനും ഞങ്ങളെ സമീപിക്കുക. എല്ലാറ്റിനും ഞങ്ങൾ ബെസ്റ്റാ. ഭാഗ്യം ജിസേല് ഔട്ടായി. കരയണ പോലെ ഒന്ന് കാണിക്കാം. കുടുംബ പ്രേക്ഷകര് കാണട്ടെ.
എല്ലാം ഞാൻ തിന്നു തീർക്കും. ഇവിടെ ഒരൊറ്റ ഒന്നത്തിന്റെ ഭക്ഷണം തരില്ല, എല്ലാറ്റിനെയും പട്ടിണിക്കിടും. ഞാൻ ഫ്ലവർ അല്ലടാ, ഫയറാണ്, ഫയർ. എനിക്കാണോ നൂറയ്ക്കാണോ അനുമോൾക്കാണോ ഇവിടെ ഏറ്റവും കൂടുതൽ ഫാൻസ്? എനിക്ക് തന്നെ ആയിരിക്കും. എന്തോന്നത് അല്ലേ? ലാലേട്ടനാണെന്ന വിചാരം. സീക്രട്ട് ടാസ്ക് പോലും ചെയ്യാൻ അറിയാത്ത ഒരുത്തൻ. കഷ്ടം. ഒരു കണ്ടന്റും ഇല്ലല്ലോ എന്ന കുറച്ചു നേരം കരഞ്ഞോണ്ടിരിക്കാം. എങ്ങനെയുണ്ട് എന്റെ കരച്ചില് ബിഗ് ബോസ്? സ്കൂളിൽ പഠിക്കുമ്പോൾ പാട്ടിനും ഡാൻസിനും ഒക്കെ ഞാനായിരുന്നു ഫസ്റ്റ്. സമൂഹഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അത് മോളുടെ പെർഫോമൻസ് കാണുമ്പോൾ മനസ്സിലാവണ്ട അനുക്കുട്ടി. അണ്ടിയില്ലാത്ത മാങ്ങ. എന്നാലും എന്റെ നൂറക്കുട്ടി, ആ മാങ്ങ ഞങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരുമോ? ഞാൻ ജാക്സൺ അല്ലടാ, ന്യൂട്ടൻ അല്ലടാ, ജോക്കറും അല്ല. നീ ബിഗ് ബോസിന്റെ സ്വന്തം ആളല്ലേ, ഞങ്ങക്ക് മനസ്സിലായി. ഇന്ന് എങ്ങനെ അനീഷേട്ടനെ ചൊറിയണം? എവിടുന്ന് തുടങ്ങണം? എന്റെ റബ്ബേ, ഇങ്ങനെ കരഞ്ഞോണ്ട് ടോപ്പ് 5 എത്തുന്ന ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കും. അതിന് എനിക്കൊരു കപ്പ് വേണം. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ ശക്തി തരൂ. മോനെ, കുറച്ച് കഞ്ഞി എടുക്കട്ടെ? അമ്മേ, ബുദ്ധി എന്നാൽ എന്താ? നമ്മൾക്ക് അറിയില്ലല്ലോ മോളെ, നമ്മൾ ഗുണ്ടികളല്ലേ. മര്യാദയ്ക്ക് നിന്ന മിഠായി വാങ്ങിത്തരാം അമ്മ. മനസ്സിലായോ? ഐ ആം ബാബി ഗേൾ ഇൻ ദ ബിഗ് ബോസ് വേൾഡ്. കാണുമ്പോഴും തോന്നുന്നുണ്ട്. 3 ഇഡിയറ്റ്സ്. അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. വല്ലതും തിന്നാത്ത ബിഗ് ബോസ്, അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാറ്റിനെയും ഞാൻ തിന്നു തീർക്കും. എല്ലാം എന്റെ വിധിയെ. നാണവും പോയി, മാനവും പോയി. ബിഗ് ബോസിൽ വരണ്ടായിരുന്നു. മോളെ, ഇന്നത്തേക്ക് ഇത് മതി. അമ്മയുടെ കയ്യിലുള്ള ഹ്യൂമാനിറ്റിയുടെ സ്റ്റോക്ക് തീർന്നു. എല്ലാറ്റിനെയും പന്നിപ്പടക്കം ഇട്ട് പൊട്ടിക്കണം. അയ്യോ വേണ്ട, ബേബി ഇല്ലേ ഇതിൽ, അതുകൊണ്ട് വേണ്ട. സുന്ദരി ഞാനും സുന്ദര നീയും ചേർന്നിരുന്നാൽ. അയ്യോ വേണ്ട. ആര്യന് പൊസസീവ്നെസ് വന്നാലോ? വേണ്ട, പാവല്ലേ ആര്യൻ. 100 വോൾട്ട് ചിരി കത്തട്ടെ ബിഗ് ബോസ് ഹൗസ്. എന്റെ ചിരി കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും കത്തണം. ഷാനവാസിനേക്കാൾ നല്ല ഗെയിമർ ഞാൻ തന്നെയാ ലാലേട്ട. അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നത്. തോക്ക് തരാം, പക്ഷെ വെടിവെക്കരുത്. പിന്നെ എന്തിനു സാർ തോക്ക്? ഒരു ഭംഗിക്ക് ഇരിക്കട്ടെന്നേ. മാധവൻ കട്ടതൊന്നും ഈ ചെക്ക് പോസ്റ്റ് വിട്ടു പോയിട്ടില്ല, മനസ്സിലായില്ലേ? എന്റെ PR എല്ലാവരും അറിഞ്ഞു. ഇനി നിന്റെ PRനെ കുറിച്ച് പറ, കേക്കട്ടെ, മറ്റുള്ളവരും അറിയട്ടെ. നൂറ, ഈശ്വര, എനിക്കാണല്ലോ പണി വരുന്നേ. ആദില, അറിയാത്ത പോലെ ഇരിക്കാം, നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കണതല്ലോ, കണ്ണടച്ച് ഇരിക്കുകയല്ലേ ചെയ്യണേ. പ്ലാച്ചി വരെ എനിക്ക് വോട്ട് ചെയ്തിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അത് മനസ്സിലായി മോനെ. മനുഷ്യന്മാര് മാത്രമല്ല, നിനക്ക് പ്ലാച്ചിയെ പോലുള്ളവരും ഇപ്പൊ വോട്ട് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടല്ലേ നീ ഇപ്പോഴും ഔട്ടാവാതെ ഇരിക്കുന്നത്. എന്നാലും എന്റെ സാബുക്കുട്ടാ,